Question number 56. A rope is mounted on a hollow cylinder of mass 3 kg and radius 40 cm. What is the angular acceleration of the cylinder if the rope is pulled with a force of 30 Newton? അപ്പോൾ ഒരു റോപ്പ് എന്ത് ചെയ്യാം, ഒരു 30 ന്യൂട്ടൺ ഫോഴ്സിൽ ഫുൾ അപ്പ് ചെയ്യാനുള്ള ആംഗുലർ ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴാണ് ഒരു ഹോളോ സിലിണ്ടർ, അതിന്റെ മാസ് തന്നിട്ടുണ്ട് 3 കിലോഗ്രാം, അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 40 സെന്റിമീറ്റർ, അതിന് ചുറ്റും റോപ്പ് വൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ആംഗുലർ ആക്സിലറേഷൻ ഓഫ് സിലിണ്ടർ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ആൽഫയെ നമുക്ക് കണ്ടുപിടിക്കണം. ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു റിലേഷൻ ചെയ്ത ടോ ഇസ്ക്വൽ ടു ഐ ആൽഫയാണ് അല്ലേ? അപ്പൊ ഇവിടുന്ന് ആൽഫ ഇസ്ക്വൽ ടു എന്തെന്ന് കിട്ടാം? ടോർക്ക് ഡിവൈഡഡ് ബൈ ഐ എന്ന് എഴുതാം. ടോർക്ക് ഡിവൈഡഡ് ബൈ എന്താ? ഐ എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റം ഓഫ് ഇനേർഷ്യ. അപ്പൊ ടോർക്ക് ഡിവൈഡഡ് ബൈ എത്രയെന്ന് കിട്ടാം? ഐ എന്ന് കിട്ടാം. ഇനി ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് എഫ് ഇൻറ്റു ആർ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഹോളോ സിലിണ്ടർ എത്രയാ? എം ആർ സ്ക്വയർ ആണ്. അപ്പൊ എം ആർ സ്ക്വയർ. ഇനി ഇവിടുത്തെ ഈ ആറും ഈ ഒരു ആറും എന്തെങ്കിലും കട്ട് ചെയ്ത് പോകും. അപ്പൊ എത്ര കിട്ടും? എഫ് ഡിവൈഡഡ് ബൈ എം ആർ എന്ന് കിട്ടും. ഇനി ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 30 ന്യൂട്ടൺ. അപ്പൊ 30 ഡിവൈഡഡ് ബൈ മാസ് എത്രയാ? 3 കിലോഗ്രാം. 3 ഇൻറ്റു ആർ എത്രയത്? 40 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ മീറ്ററിലാക്കുമ്പോൾ എന്ത് വരും? 0.4 എന്ന് വരും. ഓക്കെ അല്ലേ? ഈ 13 3 വെട്ടി ഇവിടെ എത്ര കിട്ടും? 10 കിട്ടും. അപ്പൊ ഇത് എത്ര കിട്ടും? 10 ഡിവൈഡഡ് ബൈ 0.4 എന്ന് കിട്ടും. രണ്ടാമത്തെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 100 ഡിവൈഡ് ബൈ 4 എന്ന് വരും. ഇത് എത്ര കിട്ടും? ഇവിടെ 25 റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. എത്ര കിട്ടും? ആൽഫ 25 റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 57. The angular speed of a flywheel moving with a uniform angular acceleration changes from 1200 rpm to 3120 rpm revolution per minute in 16 seconds. The angular acceleration in rad per second square. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണ്ടേ? ആംഗുലർ ആക്സിലറേഷൻ ആൽഫ തന്നെ കണ്ടുപിടിക്കാം. ഇവിടെ ആൽഫ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആംഗുലർ സ്പീഡുകൾ തന്നിട്ടുണ്ട്. എപ്പോഴും ആർ പി എമ്മിലാണ് തന്നിട്ടുള്ളെങ്കിലും അത് തന്നിട്ടുണ്ട്. അപ്പൊ ആൽഫ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി എടുത്താൽ മതി. എന്തെടുത്താൽ മതി? ടൈം തന്നിട്ടുണ്ട് എങ്കിൽ ആൽഫ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുവാ? ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡെൽറ്റ ടി അറിയാം 60 സെക്കൻഡ്സ് എന്ന്. ഡെൽറ്റ ഒമേഗ കണ്ടുപിടിക്കണം അല്ലെ? ഡെൽറ്റ ഒമേഗ കണ്ടുപിടിക്കണം. നമുക്കറിയാം നമുക്ക് തന്നിട്ടുള്ളത് ആർ പി എം. അതിന് എന്തിലാക്കണം? റാഡ് പെർ സെക്കൻഡിലാക്കണം. 1 ആർ പി എം എന്ന് പറഞ്ഞാൽ എന്തുവാന്നറിയാം? 1 ആർ പി എം എന്ന് പറഞ്ഞാൽ എന്തുവാ? 2 പൈ ബൈ 60 എന്താണ്? റാഡ് പെർ സെക്കൻഡ് ആണ്. 2 പൈ ബൈ 60 റാഡ് പെർ സെക്കൻഡ് ആണ് എന്ത്? ഒരു ആർ പി എം എന്ന് പറയും. അപ്പൊ നമുക്ക് എന്താ? ഇനിഷ്യൽ ആംഗുലർ സ്പീഡ് എത്ര തന്നിട്ടുള്ള? ഒമേഗ 0 എത്ര തന്നിട്ടുള്ള? 1200 ആർ പി എം ആണ്. അതിനെ എന്തിലാക്കണം? റാഡ് പെർ സെക്കൻഡിലാക്കാൻ 1200 ഇൻറ്റു 2 പൈ ബൈ 60 ചെയ്താൽ മതി. മതിയല്ലോ? ഈ 0 വെട്ടിപ്പോ ഈ 6 12 വെട്ടി ഇവിടെ 2 കിട്ടും. 20 ഇൻറ്റു 2 പൈ എത്ര കിട്ടും? 14 പൈ റാഡ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. 14 പൈ റാഡ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതുപോലെ എന്ത് കണ്ടുപിടിക്കണ? ഫൈനൽ ആംഗുലർ സ്പീഡ് കണ്ടുപിടിക്കാം. ഒമേഗ എഫും കണ്ടുപിടിക്കാം. ഫൈനൽ ആംഗുലർ സ്പീഡ് അത് എത്ര തന്നിട്ടുണ്ട്? 3120 ആർ പി എം ആണ് തന്നിട്ടുണ്ട്. അതിന്റെ റാഡ് പെർ സെക്കൻഡിലാക്കുമ്പോൾ എങ്ങനെ എഴുതും? 3120 ഇൻറ്റു 2 പൈ ബൈ എത്രയെന്ന് കിട്ടും? 60 എന്ന് കിട്ടും. ഒരു 0 എന്ത് ചെയ്യും? വെട്ടിപ്പോവും. ഈ 2ഉം 6ഉം വെട്ടി ഇവിടെ 3 വരും. ഇനി എന്ത് ചെയ്യണം? ഈ 312ഉം ഇതും വെട്ടിക്കളയണം അല്ലേ? 312 ബൈ 3 എത്ര കിട്ടും? 312 ബൈ 3 ഏതാ? 1330. പിന്നെ എന്ത് വരും? 04. അപ്പൊ എത്ര കിട്ടൂടാ? 104 പൈ റാഡ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഒമേഗ 0യും കിട്ടി, ഒമേഗ ഫൈനലും കിട്ടി. ഓക്കെ അല്ലേ? ഇനിഷ്യൽ കിട്ടി, ഫൈനലും കിട്ടി. ഇനി ഡെൽറ്റ ഒമേഗ എന്തായിരിക്കും? ഫൈനൽ ആംഗുലർ സ്പീഡ് മൈനസ് ഇനിഷ്യൽ ആംഗുലർ സ്പീഡ്. ഒമേഗ എഫ് മൈനസ് ഒമേഗ 0 ആയിരിക്കും. ദാറ്റ് ഈസ് 104 പൈ മൈനസ് 14 പൈ വരും അല്ലേ? ഇത് എത്ര കിട്ടൂടാ? 64 പൈ റാഡ് പെർ സെക്കൻഡ് കിട്ടും. എത്ര കിട്ടും? 64 പൈ റാഡ് പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ അല്ലേ? ആൽഫ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി. അപ്പൊ എത്ര വരും? 64 പൈ റാഡ് പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈം എത്രയാ? 16 14 സെക്കൻഡ് അല്ലേ? അപ്പൊ ഇത് എത്ര കിട്ടും? 64 16 വെട്ടി ഇവിടെ 4 കിട്ടും. എത്രയാവും? 4 പൈ റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. 4 പൈ റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 58. A constant torque of 100 Newton
m Newton meter turns a wheel of moment of inertia 300 kilogram meter square about an axis passing through its center. Starting from rest, its angular velocity after 3 seconds. Starting from rest എന്ന് പറഞ്ഞിട്ടുള്ള എന്തിനായിരിക്കും? അവിടുത്തെ ഇനിഷ്യൽ ആംഗുലർ സ്പീഡ് 0 ആണെന്ന് പറയാനാണ്. ഇനിഷ്യൽ ആംഗുലർ സ്പീഡ് ഇനിഷ്യൽ എത്രയാണ്? 0 ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് തന്നിട്ടുള്ളത്. നമുക്ക് എന്തോ കണ്ടുപിടിക്കണ്ടേ? ഫൈനൽ ആംഗുലർ സ്പീഡ് ഒമേഗ എഫ് ആണ് കണ്ടുപിടിക്കുന്നത്. എന്ത് കണ്ടുപിടിക്കണ്ടേ? ഒമേഗ എഫ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ റിലേഷൻ എന്ത് വരും? ഒമേഗ എഫ് ഈസിക്കൽ ടു വി ഈസിക്കൽ ടു യു പ്ലസ് എയ്റ്റി പോലെ ഒമേഗ എഫ് ഈസിക്കൽ ടു ഒമേഗ സീറോ പ്ലസ് എന്തെന്ന് വരുവടാ? ആൽഫ ടി എന്ന് വരും. ഒമേഗ സീറോ പ്ലസ് എന്ത് വരും? ആൽഫ ടി എന്ന് വരും. ഒമേഗ സീറോ എത്രയാണ്? 0 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഒമേഗ സീറോ എത്രയാണ്? 0 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇനി എന്തോ വേണ്ടേ? ആൽഫ ടി ആണ് വേണ്ടത് അല്ലെ? അപ്പൊ ആൽഫ നമുക്ക് എന്ത് ചെയ്യണം? അറിയണം. ആൽഫ നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. ആൽഫ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതുപോലെ പിന്നെ എന്ത് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആൽഫ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ടൈം 3 സെക്കൻഡ് ആണ്. അപ്പൊ ആൽഫ എങ്ങനെ കണ്ടുപിടിക്കും? ടോ ഈസിക്കൽ ടു എന്തുവാണ്? ഐ ആൽഫയാണ്. അപ്പൊ ഇവിടുന്ന് ആൽഫ ഈസിക്കൽ ടു എന്ത് കിട്ടും? ടോ ബൈ ഐ എന്ന് കിട്ടും അല്ലെ? ഇനി ടോർക്ക് എത്രയാണ്? 100 ആണ്. അപ്പൊ 100 ഡിവൈഡഡ് ബൈ ഐ എത്രയാ? 300 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. ഇതും വെട്ടിയ ആൽഫ ഈസിക്കൽ ടു എത്ര കിട്ടും? 1/3 എന്ന് കിട്ടും. ആൽഫ ഈസിക്കൽ ടു എത്ര കിട്ടും? 1/3 എന്ന് കിട്ടും. അപ്പൊ ഒമേഗ എഫ് ഈസിക്കൽ ടു 0 പ്ലസ് 1/3 ഇൻറ്റു ടൈം എത്രയാ? അപ്പൊ എന്ത് ചെയ്യും? ഈ 3യും 3യും ക്യാൻസൽ ആയി പോകും. ഒമേഗ എഫ് ഈസിക്കൽ ടു എത്ര കിട്ടൂടാ? 1 rad per second എന്ന് കിട്ടും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? Question number 59. When a torque acting upon a system is 0, which of the following will be constant? ഒരു ടോർക്ക് എന്ത് ചെയ്യും? ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് 0 ആണെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും എടാ? അവിടെ നമുക്കറിയാം അവിടുത്തെ ആംഗുലർ മൊമെന്റ് എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആംഗുലർ മൊമെന്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? 0 ആണെങ്കിൽ, ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അവിടുത്തെ എന്ത് കൺസേർവ്ഡ് ആയിരിക്കും? നമ്മുടെ ആംഗുലർ മൊമെന്റ് കൺസേർവ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആംഗുലർ മൊമെന്റ് മീൻസ് എ കോൺസ്റ്റന്റ് എന്ന് പറയാം. ആംഗുലർ മൊമെന്റ് എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരുവാടാ ഓപ്ഷൻ ഡി is the right answer. ഓക്കെ അല്ലേ? Question number 16. If F is the force acting on a particle having position vector r and tau with the torque of this force about the origin, then അതായത് എഫ് എന്ന് പറഞ്ഞാൽ എന്തോ? ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ആണ്. അവിടുത്തെ പൊസിഷൻ വെക്ടർ ആണ് എന്താ? ആർ എന്ന് പറയുന്നത്. ടോ എന്ന് പറയുന്നത് എന്താ? ടോർക്ക് ഓഫ് ദി ഫോഴ്സ്. ആ ഒരു ഫോഴ്സിന്റെ ആ ഒരു ഒറിജിൻ വെച്ചിട്ടുള്ള എന്താണ്? ടോർക്ക് ആണ് എന്താ? ടോ എന്ന് പറയും. എങ്കിൽ ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റാ കറക്റ്റ് എന്നാ? നമുക്കറിയാം ടോർക്ക് അതായത് ടോ എങ്ങനെ ആയിരിക്കും? ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഫോഴ്സ് ആസ് വെൽ ആസ് എന്താണ്? പൊസിഷൻ വെക്ടർ. ടോ എപ്പോഴും എങ്ങനെ ആയിരിക്കും? നമ്മുടെ ഫോഴ്സിനും അതുപോലെ തന്നെ ആർക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. പൊസിഷൻ വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും. ടോർക്ക് ഈസ് ആൾവേസ് പെർപെൻഡിക്കുലർ ടു ഫോഴ്സ് ആർക്കും ആസ് വെൽ ആസ്. ഈ രണ്ടെണ്ണത്തിന് എന്തായിരിക്കും ഇവിടെ? ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ രണ്ട് കമ്പോണൻസ്, രണ്ട് വെക്ടർ ക്വാണ്ടിറ്റി പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റിന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അതായത് എയും ബി, വെക്ടർ എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് പറയാം എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താണ്? 0 ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? ടോ ഡോട്ട് ആറും അതുപോലെ തന്നെ ടോ ഡോട്ട് എഫ് എന്തായിരിക്കും എന്ന് പറയാം? 0 ആയിരിക്കും എന്ന് പറയാം. പറഞ്ഞൂടെ? കാരണം ഈ ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിനും ആറിനും പൊസിഷൻ വെക്ടറിനും പെർപെൻഡിക്കുലർ ആണ് തന്നെ ടോർക്ക്. അത് ടോ ഡോട്ട് ഫോഴ്സ് ആയാലും ടോ ഡോട്ട് ആർ ആയിരിക്കും. രണ്ടായാലും എന്താണത്? 0ക്ക് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഏത് വരുവാടാ? ഓപ്ഷൻ ഏത് വരും? ബി is the right answer. ഓക്കെ അല്ലേ? ടോ ഡോട്ട് ആർ അല്ലെങ്കിൽ ടോ ഡോട്ട് എഫ് രണ്ടും എന്തായിരിക്കും? 0ക്ക് ഈക്വൽ. Question number 61. Angular momentum of the particle rotating with a central force is constant due to. ഒരു ആംഗുലർ മൊമെന്റം എന്താണ്? കോൺസ്റ്റന്റ് ആവുന്നത് എന്തുകൊണ്ടെന്ന്? എന്തുകൊണ്ട് ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആവുന്ന നമ്മൾ പറഞ്ഞു? എക്സ്റ്റേണൽ ടോർക്ക് 0 ആവുമ്പോഴാണ് ആംഗുലർ മൊമെന്റം എന്താവുന്നത്? കോൺസ്റ്റന്റ് ആവുന്നത്. അപ്പൊ എന്ത് വരും? 0 ടോർക്ക്. ഓപ്ഷൻ ഡി is the right answer. Next question. Question number 62. The force 7i plus 3j minus 5k acts on a particle whose position vector is I minus j plus k. What is the torque of a given force about the origin? അപ്പൊ നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ട? ടോർക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പൊസിഷൻ വെക്ടർ 6 തന്നിട്ടുണ്ട്, വെക്ടർ 6 തന്നിട്ടുണ്ട്, ഫോഴ്സും തന്നിട്ടുണ്ട്. തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. ടോർക്ക് എന്ന് പറയുന്നത് എന്തുവാ? ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? I j k എന്ന് എഴുതിയാൽ ആർ എന്തൊക്കെയാണ് വരുന്നത്? 1 മൈനസ് 1 1. ഇനി ഫോഴ്സ് എന്തൊക്കെയാ വരുന്നത്? 7 3 മൈനസ് 5.
ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ പോരെ. ഐ ഇൻറ്റു എന്ത് വരും, 5 മൈനസ് 3 മൈനസ് ജെ ഇൻറ്റു എന്ത് വരുവാടാ, ഇത് മൈനസ് ജെ എടുക്കുമ്പോൾ ഇത് രണ്ടും പോവും, -5 -7 പ്ലസ് കെ ഇൻറ്റു എന്ത് വരും, 3 മൈനസ് -7 എന്ന് വരും. ഓക്കെ അല്ലേ? ഇതിനെ എങ്ങനെ എഴുതാം, 2i മൈനസ് 12j മൈനസ് ജെ എന്ത് വരും, പ്ലസ് 12j എന്ത് വരും, പ്ലസ് 10k എന്ന് വരും. അപ്പൊ ആൻസർ ഏത് വരുവാടാ, 2i പ്ലസ് 12j പ്ലസ് 10k. ഓപ്ഷൻ ഏത് വരും, ഓപ്ഷൻ എ is the right answer. ഓക്കെ അല്ലേ? Question number 53. A mass m is moving with a constant velocity parallel to x-axis. Its angular momentum with respect to origin is. അതായത് ഒരു മാസ് എം ഉണ്ട്, അത് എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ എന്ത് എക്സ് ആക്സിന് പാരലൽ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ആംഗുലർ മൊമെന്റ് എങ്ങനെയായിരിക്കും, നമുക്കറിയാം അതിന്റെ ആംഗുലർ മൊമെന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. അതിന്റെ ആംഗുലർ മൊമെന്റ് എന്താണ്, കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല, ടോർക്ക് ഒന്നും ഇല്ല, അതുകൊണ്ട് ആംഗുലർ മൊമെന്റ് എന്ത് ചെയ്യും, റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓപ്ഷൻ ബി is the right answer. Next question. Question number 54. A rigid body is said to be in partial equilibrium when it is in. ഒരു റിജിഡ് ബോഡിയെ നമുക്ക് പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയണമെങ്കിൽ അത് എന്തിലായിരിക്കണം, ഒന്നെങ്കിൽ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, അത് എന്തിലാവില്ല, റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാവില്ല. അതായത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആണ്, പക്ഷെ ഇത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, അത് പാർഷ്യൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. ഇനി എന്താ, റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആണ്, പക്ഷെ അത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലല്ല എങ്കിലും എന്ത് പറയും, നമ്മളത് പാർഷ്യൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. അതായത് ഏതൊരു ട്രാൻസ്ലേഷനിലായാലും എന്താ, റൊട്ടേഷനിലായാലും ഏതെങ്കിലും ഒന്നാകുമ്പോൾ നമ്മൾ എന്ത് പറയടാ, പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയും അല്ലെ. ട്രാൻസ്ലേഷൻ ആണെങ്കിൽ അവിടെ എന്ത് വരില്ല, റൊട്ടേഷൻ വരും. റൊട്ടേഷനിൽ ആണെങ്കിൽ അവിടെ എന്ത് വരില്ലേ, ട്രാൻസ്ലേഷന് വരും. എങ്കിലാ നമ്മൾ എന്ത് പറയുന്നത്, പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി, either A or B. Question number 65. A couple produces, ഒരു കപ്പിൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കപ്പിൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് നമ്മൾ വിളിച്ചിട്ടുള്ള ഈ പ്രൊഡ്യൂസേഴ്സ് റൊട്ടേഷണൽ മോഷൻ. ട്രാൻസ്ലേഷനിൽ ഉണ്ടാവോ, ഇല്ല. ഒരു കപ്പിൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇറ്റ് പ്രൊഡ്യൂസസ് റൊട്ടേഷണൽ മോഷൻ വിത്തൗട്ട് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ലാതെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, റൊട്ടേഷണൽ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, കപ്പിൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഏത് വരും, ബി is the right answer. Next question. Question number 56. Analog of mass in rotational motion is. റൊട്ടേഷണൽ മോഷനിൽ അനലോഗ്, മാസിന്റെ അനലോഗ് എന്ന് പറയുന്ന ആരെയായിരുന്നു, നമ്മുടെ മൊമെന്റം ഓഫ് ഇനർഷ്യ. ഓപ്ഷൻ എ is the right answer. Question number 67. The moment of inertia of a body depends upon. Moment of inertia എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, മാസ് ഓഫ് ദി ബോഡിയെ ഡിപ്പെൻഡ് ചെയ്യും, അതിന്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും, സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏത് ആക്സിസിലാണ് റൊട്ടേഷൻ ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് എബൌട്ട് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, അത് എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ആൻസർ ഏത് വരും, എ വരും, ബി വരും, സി വരും, ഓപ്ഷൻ ഡി ഓൾ ഓഫ്. Question number 58. Which of the following has the highest moment of inertia when each of them has the same mass and the same radius? അതായത് ഇത് തന്നിട്ടുള്ള എല്ലാത്തിനും മാസും റേഡിയസും സെയിം ആണെങ്കിൽ ഇതിന്റെ ഏതിലാണ് എന്ത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഹൈയസ്റ്റ് വരുന്നതാ ക്വസ്റ്റ്യൻ. എ റിംഗ് എബൌട്ട് എനി ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ, ഒരു എന്താ ഡയമീറ്ററിൽ കൂടെ ഏതെങ്കിലും ഒരു ഡയമീറ്ററിൽ കൂടെ ഉള്ള ഒരു എന്താ റിംഗിന്റെ മൊമെന്റം ഓഫ് ഇനർഷ്യ. ഇക്വേഷൻ എന്താണ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് എബൌട്ട് എനി ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ. ഇക്വേഷൻ എന്താണ്, I = half mr², അല്ലെങ്കിൽ mr²/2. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അത് ഡിസ്ക് ആവുമ്പോഴോ, ഇനിഷ്യൽ ആക്സിസിലുള്ളത് mr²/2 വരും, ഡയമീറ്റർ ആകുമ്പോൾ ഡിസ്കിന് എത്ര വരുവാടാ, mr²/4 വരും, അല്ലെങ്കിൽ 1/4 mr² എന്നാണ് ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, എ ഹോളോ സ്ഫിയർ എബൌട്ട് എനി ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ. ഒരു ഹോളോ സ്ഫിയറിന്റെ ആകുമ്പോൾ എന്തോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡയമീറ്ററിൽ കൂടെ ഉള്ളത്, I = 2/3 mr². എത്രയാടാ, 2/3 mr². A solid sphere about any of its diameter. ഒരു സോളിഡ് സ്ഫിയർ ആകുമ്പോൾ എങ്ങനെ വരും, 2/5 mr². I = 2/5 mr². ഇതല്ലാതെ ഇക്വേഷൻ. ഈ 4 ഇക്വേഷൻ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഒരു റിംഗ് ആകുമ്പോൾ ഡയമീറ്റർ ഉള്ളത് I = half mr², ഡിസ്ക് ആകുമ്പോൾ 1/4 mr², ഹോളോ സ്ഫിയർ ആകുമ്പോൾ 2/3 mr², സോളിഡ് സ്ഫിയർ ആകുമ്പോൾ 2/5 mr². ഇനി പറഞ്ഞ ഇതിന്റെ ഏത് വാല്യൂ വലുത്, 1/2 ആണോ, 1/4 ആണോ, 2/3 ആണോ, 2/5 ആണോ, 2/3 അല്ലേ വലുത്. അപ്പൊ ഇതിന്റെ ആൻസർ ഏത് വരും, ഓപ്ഷൻ സി, എ ഹോളോ സ്ഫിയർ എബൌട്ട് എനി ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ ആയിരിക്കും എന്ത്, ഏറ്റവും ഹൈയസ്റ്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉള്ളത്. Question number 69. A person is standing on a rotating table with metal spheres in his hands. അദ്ദേഹത്തിന്റെ കൈകളിൽ എന്തുണ്ട്, മെറ്റൽ സ്ഫിയേഴ്സ് ഉണ്ട്. If he withdraws his hands to his chest, അദ്ദേഹം എന്ത് ചെയ്യാം, വിത്ഡ്രോ ചെയ്യാം, ഹാൻഡ് വിത്ഡ്രോ ചെയ്യാം, എങ്ങോട്ട്, ചെസ്റ്റിലോട്ട് വിത്ഡ്രോ ചെയ്യാം.
then the effect on his angular velocity will be. എങ്കിൽ എന്താ അയാളുടെ ആംഗുലർ വെലോസിറ്റിയുടെ എഫക്ട് എങ്ങനെ ആയിരിക്കും എന്നാ അല്ലേ. ഈ ഒരു പേഴ്സൺ അദ്ദേഹത്തിന്റെ ഹാൻഡ്സ് ചെസ്റ്റിലോട്ട് വിത്ഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കുറഞ്ഞടാ, 6 കുറഞ്ഞു. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. നമുക്ക് മനസ്സിലായി. ഇവിടെ വേറെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ടോർക്ക് ഈ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നുണ്ടോ, ഇല്ല. ഇവിടെ ടോ എക്സ്റ്റേണൽ എന്താണ്, 0 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ആംഗുലർ മൊമെന്റ് എന്ത് ചെയ്യണം, കൺസർവ് ചെയ്യണം. ടോ എക്സ്റ്റേണൽ 0 ആണെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ആംഗുലർ മൊമെന്റം കൺസർവ്ഡ് ആണ്. അങ്ങനെ ആംഗുലർ മൊമെന്റം കൺസർവ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ എന്ത് കൂടിയേ പറ്റൂ, ആംഗുലർ വെലോസിറ്റി എന്ത് ചെയ്യണോടാ, കൂടിയാലേ ആംഗുലർ മൊമെന്റ് എന്ത് ചെയ്യാൻ പറ്റൂ, കൺസർവ് ചെയ്യാൻ പറ്റൂ, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആംഗുലർ വെലോസിറ്റി എന്ത് ചെയ്യടാ, ഇൻക്രീസസ്. ഓപ്ഷൻ എ is the right answer. Next question. Question number 70. A solid cylinder of mass m and radius r rotates about its axis with angular speed omega. Angular speed എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ഒമേഗയാണ് തന്നിട്ടുണ്ട്. Its rotational kinetic energy is. എന്തോ കണ്ടുപിടിക്കണ്ടേ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയെ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് വേണം, മൊമെന്റം ഓഫ് ഇനർഷ്യ വേണം. ഒരു സോളിഡ് സ്പിയറിന്റെ എന്ത് വേണം, സോളിഡ് സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വേണം. അതിന്റെ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അത് എത്രയാ, I = mr²/2. ഓക്കെ അല്ലേ, ഓക്കെ. ഇനി റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ, K = ½ I⍵². ½ I⍵². ഇവിടെ ഹാഫ് ഇൻറ്റു ഐക്ക് ഏത് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക, mr²/2 ഇട്ട് കൊടുക്കുക. അപ്പൊ mr²/2 എന്ത് വരും, ω² എന്ന് വരും. അപ്പൊ എത്ര കിട്ടും, 1/4 mr² ω² എന്ന് വരും. അപ്പൊ ആൻസർ ചെയ്ത് വരടാ, ഓപ്ഷൻ സി റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ. Question number 71. Match the column 1 with column 2. For translation equilibrium, ഒരു ട്രാൻസ്ലേഷൻ equilibrium ആകുമ്പോൾ അവിടെ എന്ത് വേണം, ഇഫക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ എ എന്ത് വരും, ആർ എന്ന് വരും. ഫോർ റൊട്ടേഷൻ ഇക്വിലിബ്രിയം, ഒരു ഇക്വിലിബ്രിയം റൊട്ടേഷൻ മോഷൻ ആകുമ്പോഴേ എഫക്റ്റീവ് ടോർക്ക് എന്താവും, 0. അപ്പൊ ബി എന്ത് വരും, എസ് എന്ന് വരും. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി, ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്, mk² ആണ് അല്ലേ. അപ്പൊ സി ഏത് വരും ഇവിടെ, പി എന്ന് വരും. ടോർക്ക് ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ്, ടോർക്ക് എന്തിനാ റിക്വയർഡ് ചെയ്യുന്നത്, ടോർക്ക് ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ആംഗുലർ ആക്സിലറേഷൻ. ടോർക്ക് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, ആംഗുലർ ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പൊ ഡി ഏത് വരും, ക്യൂ എന്ന് വരും. അപ്പൊ ആൻസർ ഏത് വരും, AR, BS, CC, DC. Option D is the right answer. Next question. Question number 72. The radius of gyration of an uniform rod of length L about an axis passing through one of its ends and perpendicular to its length is. അപ്പൊ എന്തോ കണ്ടുപിടിക്കേണ്ടത്, റേഡിയേഷൻ ഓഫ് ഗൈറേഷനെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ത് ചെയ്യണ്ടായി, നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാലോ, ഒരു റോഡ് ഉണ്ട്, അതിന്റെ ലെങ്ത് L ആണ്. അതിന്റെ ലെങ്ത് എത്രയാടാ, L ആണ്. അതിന്റെ എൻഡിൽ കൂടെ, അതിന്റെ ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതിന്റെ എൻഡിൽ കൂടെ പോകുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും, മൊമെന്റ് ഓഫ് ഇനർഷ്യ = 1/3 ml² ആയിരിക്കും അല്ലെ. എൻഡിൽ കൂടെ ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാ, 1/3 ml² ആണ്. ഇനി അത് എന്തിന് ഈക്വൽ നമ്മൾ പറയും, 1/3 ml² എന്താണ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ വെച്ചിട്ടുള്ള ഇക്വേഷൻ എന്താ, mk². അവിടെ k ആണ് എന്താ, റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പൊ ഇവിടുന്ന് എങ്ങനെ ചെയ്താ, m കട്ട് ചെയ്ത് പോകും. k² എന്ത് കിട്ടും, L²/3 എന്ന് കിട്ടും. k എന്ത് കിട്ടൂടാ, L/√3. അപ്പൊ റേഡിയസ് ഓഫ് ഗൈറേഷൻ എത്ര കിട്ടും, L/√3. ഓപ്ഷൻ സി is the right answer.